PS ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ചെറിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ആണ്, എന്നാൽ ഇതിൻ്റെ എല്ലാ പോയിൻറ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പം നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ് എന്നതാണ് ചോദ്യം. നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ. ഈ ലോക്പാലിൽ പാലില്ലടാ, പാല് അല്ലെങ്കിൽ മിൽക്ക് അല്ലേ? ഈ മിൽക്ക് വിൽക്കുന്ന ആളാണ് നിലവിലെ അധ്യക്ഷൻ AM ഖാൻ വിൽക്കർ എന്നാണ്. ഖാൻ വിൽക്കർ ഓർത്തിരിക്കുക, പാല് വിൽക്കുന്ന ആൾ AM ഖാൻ വിൽക്കർ നിലവിലെ ലോക്പാൽ അധ്യക്ഷനാണ്. ആര് കൂട്ടുകാരെ? AM ഖാൻ വിൽക്കർ അല്ലേ? മിൽക്ക് വിൽക്കുന്ന ആൾ വ്യക്തി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നറിയോ? അത് കർണാടകയാണ്. ഏതാണ്? കർണാടക. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കർണാടകയാണ്. ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ്. നമ്മൾ പറഞ്ഞു ആദ്യം നടപ്പിലാക്കിയത് കർണാടകയാണെങ്കിൽ രണ്ടാമത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കർണാടകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം നമ്മുടെ രാജസ്ഥാനല്ല, മധ്യപ്രദേശ്. ആദ്യ സംസ്ഥാനം കർണാടകയും രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശുമാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയെങ്കിൽ, ഇനി PS വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടി ചൂണ്ടിക്കാട്ടാൻ മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി ഓൾറെഡി PS ചോദിച്ച ചോദ്യമാണ് കേട്ടോ. PYQ ആണ്. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ബാങ്ക്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ പോയാൽ അടുത്ത് വെള്ളം കണ്ടിട്ടുണ്ട്. നല്ല HD പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല അത്രയും തെളിമയുള്ള വെള്ളമായിരിക്കും ഇവിടെ ലക്ഷദ്വീപിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം എന്താണ് HDFC? ഏതാണ്? HDFC. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC. ഏതാണ്? HDFC. ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന് ചോദിച്ചാൽ പറയണം അത് HDFC ആണ്. നല്ല HD, നമ്മൾ ലക്ഷദ്വീപിലെ ജലം പോലെ HD ആണ്. ഏത്? യെസ്, എന്നാണ് HDFC ബാങ്ക്. ഇനി കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സമൂഹത്തിലെ കവരത്തി ദ്വീപിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഏത് ദ്വീപിലാണ്? കവരത്തി. എന്താണ്? കവരത്തി ദ്വീപിൽ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് HDFC ആണ്. ഏത് ബാങ്കാണ്? HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ പറയണം അത് HDFC ആണ്. ഇനി കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയിലുള്ള ഏക സ്വകാര്യ ബാങ്കാണ് HDFC. കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയുള്ള ഏക സ്വകാര്യ ബാങ്കാണ് HDFC. അതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലടാ? ഇനി കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. ആരാണ്? ശാരദാ മുരളീധരൻ. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരൻ ആണല്ലേ. ഇനി 32ാമത് വ്യാസ് സമ്മാൻ നേടിയ പാഗൽ ഖാന എന്ന ഹിന്ദി നോവലിൻ്റെ കർത്താവ് ആരാണ്? ഗ്യാൻ ചതുർവേദി. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയി. എന്താണ്? ഗ്യാൻ ചതുർവേദി. നോക്കണേ. 32ാമത് വ്യാസ് സമ്മാൻ നേടിയ പാഗൽ ഖാന എന്ന ഹിന്ദി നോവലിൻ്റെ കർത്താവാണ് ഗ്യാൻ ചതുർവേദി. ഓർത്തു വെക്കണേ. ഇനി IMFൻ്റെ ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 142 എത്രയാണ്? 142. IMFൻ്റെ ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ആളോഹരി വരുമാനത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ? 142. എത്രയാണ്?
142. ഇനി വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് 2026 ആണ്. ഏതാണ്? 2026. ഓർത്തിരിക്കണേ, 2026 ആഘോഷിക്കുന്നത് വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് 2026 ആണ്. എത്രയാണ്? 2026. ഇത് ഓൾറെഡി PSC ചോദിച്ചു കേട്ടോ, PSC ഓൾറെഡി ചോദിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. ഏതാണ്? ഒഡീസിയസ്. നമ്മൾ ഒഡിയൻ പഠിച്ചിട്ടാ, ഒഡിയൻ സിനിമ കണ്ടിട്ടാ? പഠിച്ചില്ല, ഒഡിയൻ സിനിമ കണ്ടിട്ടില്ലേ? അപ്പം ചന്ദ്രനിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം നമ്മുടെ ഒഡിയൻ്റെ പേടകമാണ്. ഒഡീസിയസ്. ഓർത്തിരിക്കണേ, ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ്. അതാണ് ഒഡീസിയസ്. നെക്സ്റ്റ്, നിലവിലെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ സുധീന്ദ്രകുമാർ. ആരാണ്? സുധീന്ദ്രകുമാർ ആണ് കേട്ടോ. നിലവിലെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, കമ്മീഷൻ ചെയർപേഴ്സൺ സുധീന്ദ്രകുമാർ. ഓർത്തിരിക്കണേ, ആരാണ്? സുധീന്ദ്രകുമാർ ആണ്. ഇനി നെക്സ്റ്റ്, ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രമായ ദബാരിക്കുരുവി എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? അത് പ്രിയാനന്ദൻ. ആരാണ്? പ്രിയാനന്ദൻ. ഇതാണ് ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്രം. ഏതാണ്? അത് ദബാരിക്കുരുവിയാണ്. എന്താണ്? ദബാരിക്കുരുവി. അത് എന്ന ചിത്രം സംവിധാനം ചെയ്തത്, ദബാരിക്കുരുവി എന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രിയാനന്ദനാണ്. ആരാണ്? പ്രിയാനന്ദൻ. ഓർത്തിരിക്കണേ, ആരാണ്? പ്രിയാനന്ദനാണ് അല്ലേ. ഇനി നെക്സ്റ്റ്, US-ന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് റൊണാൾഡ് ട്രംപ്? നമ്മുടെ US-ന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് റൊണാൾഡ് ട്രംപ്? 47. എത്രാമത്? 47. നെക്സ്റ്റ്, കോളിൻസ് നിഘണ്ടു 2024 വാക്കായി തിരഞ്ഞെടുത്തതാണ് ബ്രാറ്റ്. BRAT. ബ്രാറ്റ്. ഏതാണ്? BRAT. ബ്രാറ്റ്. കോളിൻസ് നിഘണ്ടു 2024 വാക്കായി തിരഞ്ഞെടുത്തത് ബ്രാറ്റ് ആണ്. നെക്സ്റ്റ്, ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടാണ് സ്റ്റാർ 1. ഏതാണ്? സ്റ്റാർ 1. അപ്പം ഏറ്റവും വേഗത കൂടിയ സ്റ്റാർ ആണല്ലേ. ഏറ്റവും നമ്മൾ വേഗത കൂടിയ യുസൈൻ ബോൾട്ടിനൊക്കെ നമ്മുടെ എന്താണ് സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കും അല്ലേ. അങ്ങനെ ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ടാണ് സ്റ്റാർ 1. ഏതാണ്? സ്റ്റാർ 1. നെക്സ്റ്റ്, 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലേ. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ്, 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് SK വസന്തൻ. ആർക്കാണ്? SK വസന്തൻ. ചിലപ്പം 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊന്ന് ചോദിക്കാം. ആർക്കാണ്? SK വസന്തനാണ്. അല്ലെങ്കിൽ 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ചോദിക്കാം. ആർക്കാണ്? SK വസന്തനാണ്. ചിലപ്പോൾ 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം. ആർക്കാണ്? SK വസന്തനാണ് അല്ലേ. ഇനി മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ISRO ഭാരതത്തിൻ്റെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് ലഡാക്കിലെ ലേയിൽ തുടക്കം കുറിച്ചു. ലേയിൽ സ്ഥാപിച്ച പ്രത്യേക പേടകത്തിൻ്റെ പേര് HAB 1 എന്നാണ്. HAB 1. എന്താണ് HAB 1? എന്താണ് HAB 1ന്റെ പ്രത്യേകത? മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ISRO ഭാരതത്തിൻ്റെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് ലഡാക്കിലെ ലേയിൽ തുടക്കം കുറിച്ചു. ലേയിൽ സ്ഥാപിച്ച പ്രത്യേക പേടകത്തിൻ്റെ പേരാണ് HAB 1. ഓക്കെ അല്ലേ? HAB 1. ഇനി ഇന്ത്യയിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന എന്ന് ചോദിച്ചാൽ പറയണം. സഞ്ജീവ് ഖന്ന എന്ന് ചോദിച്ചാൽ പറയണം 51ാമത്തെ. എത്രയാണ്? 51ാമത്തെ. ഇന്ത്യയിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന എന്ന് ചോദിച്ചാൽ പറയണം 51. എത്രയാണ്? 51. ഓക്കെ അല്ലേ. ഇനി സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് രൂപവൽക്കരിച്ച കലാസംഘമാണ് റിഥം. ഇതാണ് റിഥം. ഓക്കെ അല്ലേ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് രൂപവൽക്കരിച്ച കലാസംഘമാണ് ഏത്? റിഥം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി ഒക്ടോബറിൽ എവിടെയാണ് നടന്നത്? അത് റഷ്യയിലെ കസാൻ. എന്താണ്? റഷ്യയിലെ കസാൻ ആണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി
കൂടി ഒക്ടോബറിൽ എവിടെയാണ് വെച്ച് നടന്നത്? റഷ്യയിലെ കസാനാണ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പേസ് ചോദിച്ചതും ഇനി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതാക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടാനും ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PYQ ചോദ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.